ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ മാധ്യമങ്ങളെ കാണും. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. പ്രവീൺ പുരുഷോത്തമൻ, സജോ ദേവസ്യ, സായ് കുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോവുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ 2 ദിവസം മുൻപ് കണ്ടതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാൻ ബാക്കിയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഇതാ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. അത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്. MLA സ്ഥാനത്തു നിന്നുള്ള രാജി അതിന്റെ ഒരു സൂചനയാണോ എന്നുള്ള ചോദ്യം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിനായിരുന്നു ആ ഒരു വാർത്താ സമ്മേളനം. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. വീണ്ടും യുവതികൾ പരാതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. റിപ്പോർട്ടർ TV അതിന്റെ നിർണായകമായിട്ടുള്ള ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആദ്യം നടിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പരാതി സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ഓഡിയോ സംഭാഷണം പുറത്തേക്ക് വരുന്നു. ആ ഓഡിയോ സംഭാഷണം റിപ്പോർട്ടർ TV പുറത്തു വന്നതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് രാജിവെക്കേണ്ടി വന്നത്, അതിൽ നിന്നും ഒഴിവാകേണ്ടി വന്നത്. അതിനുശേഷം വീണ്ടും തുടർച്ചയായി ശബ്ദ സംഭാഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നത് നാം നേരത്തെ കണ്ടതാണ്. അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു നിലപാടിലേക്ക്, സ്വയം ഒരു നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സായ്കുമാറിലേക്ക് കൂടി പോവുകയാണ്. സായ്കുമാർ, ഏറ്റവും പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം, രാജി സമ്മർദ്ദം നാലുപാടിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ശക്തമാണ്. അത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും രാജി സമ്മർദ്ദമുണ്ട്. ഏറ്റവും ഒടുവിലായി VD സതീശന്റെ നിലപാട് പോലും രാഹുലിന് എതിരാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? തീർച്ചയായും വിനീഷ്, നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിവാദം ഉണ്ടായതിനു ശേഷം രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. ആദ്യ വാർത്താ സമ്മേളനം നമുക്കറിയാം, ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും പക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അന്നും ജനപ്രതിനിധി എന്ന സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യത്തിന് തുടരും, അതിൽ രാജിയില്ല എന്നുള്ള നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് മാത്രം സംസ്ഥാനത്തുടനീളം ഉയർന്ന പ്രതിഷേധത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം LDFന്റെയും BJPയുടെയും അടക്കം ഭാഗത്തു നിന്നുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്ക് മാത്രമല്ല, ഷാഫി പറമ്പിൽ ആ പ്രതിഷേധ ചൂടറിഞ്ഞു, VD സതീശൻ ചൂടറിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ന്യായീകരിക്കാനോ മറുപടി പറയാനോ ഒന്നുമില്ലാതെ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ കുഴങ്ങുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. വളരെ പെട്ടെന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴും അതുമാത്രം പോരാ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 1 മിനിറ്റ് പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന അതിശക്തമായിട്ടൊരു വികാരം കേരളത്തിലുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുമോ രാജിവെച്ചൊഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കാരണവശാലും രാജിയില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടിയുടെ പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത്. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കരുത്, അതിനു മുൻപ് രാജിവെച്ചൊഴിയണം എന്നുള്ളൊരു വികാരം പാർട്ടിക്കകത്ത് കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ സംസാരിച്ച VD സതീശന്റെ വാക്കുകളിലും നമ്മൾ കേട്ടത് ശക്തമായിട്ടുള്ള ആ സ്വരം തന്നെയാണ്. ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് VD സതീശൻ പറയുമ്പോൾ അത് രാജിയിലേക്കുള്ളൊരു സൂചനയാണോ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ചില വിലയിരുത്തലുകളും വന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ നിലയ്ക്കുന്നില്ല. ഇന്ന് പോലും നമ്മളടക്കം ഗുരുതരമായിട്ടുള്ള ചില ശബ്ദ സംപ്രേഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് ക്രിമിനൽ കുറ്റമാണ്, അങ്ങേയറ്റം ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത കുറ്റകൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല എന്നുള്ളൊരു പൊതുവികാരമുണ്ട്. അത് പാർട്ടി കണക്കിലെടുക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭാംഗത്വം കൂടി രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാക്കും. LDFും BJPയും മണ്ഡലത്തിലേക്ക് MLA കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് DYFI ആയാലും യുവമോർച്ചയായാലും ഒക്കെ
ഒരേ സ്വരത്തിൽ പറയുന്നപ്പോൾ ആ പ്രതിഷേധമൊക്കെ വലിയ രീതിയിൽ അതാണ് ഒരു വശത്ത് പ്രതിഷേധം വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്, രാജ്യസമ്മർദ്ദം ശക്തമായി തന്നെ ഉണ്ട്. അവിടെ വി ഡി സതീശൻ അടക്കം ആ രീതിയിലുള്ള ഒരു നിലപാട് എടുക്കുന്നതും കാണുന്നു. പക്ഷേ സണ്ണി ജോസഫൊക്കെ ആദ്യം മുകേഷ് രാജിവെക്കട്ടെ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. മറുവശത്ത് ആ രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇനി വല്ല ട്വിസ്റ്റിനും സാധ്യതയുണ്ടോ? തീർച്ചയായും നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വാക്കുകൾ തന്നെ കേൾക്കേണ്ടി വരും. എന്താണ് രാഹുലിന്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം മുഴുവൻ സമയവും അടൂരിലെ വീട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായത്. അദ്ദേഹം പുറത്തിറങ്ങുകയോ ആരെങ്കിലുമായോ സംസാരിക്കുകയോ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം 1:30 ഞാൻ രാജിവെച്ചൊഴിയുന്നു. അത് പാർട്ടി ആവശ്യപ്പെട്ടതല്ല, താൻ സ്വയമേവ ഒഴിയുകയാണ്. തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത പാർട്ടി പ്രവർത്തകർക്കില്ല. ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കേണ്ട സമയമാണ് പ്രവർത്തകർക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷവും വലിയ രീതിയിൽ പ്രതിഷേധം കേരളം കണ്ടു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രമായില്ല, ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ വിഷയത്തെ ന്യായീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനം കൂടി രാഹുൽ അങ്ങനെയാണെങ്കിൽ രാജിവെക്കട്ടെ എന്നുള്ള വികാരം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിന് അവിടെ പിടിവലി നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ സംസാരിച്ച ഷാഫി പറമ്പിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് ഒരു തരത്തിലുമുള്ള റിട്ടേൺ കംപ്ലൈന്റും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടില്ലല്ലോ. ഇത്തരം സംഭവങ്ങളിൽ CPIM നേതാക്കൾ എന്ത് നിലപാടാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് ഷാഫി പറമ്പിലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് ആവർത്തിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കിലെ ധ്വനിയാണ് ഒരുപക്ഷെ രാജിയിലേക്കാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ആ സസ്പെൻസ് വിനീഷ് അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാകും. ഉടൻ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാൽ ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തീരുമാനം അറിയിക്കും. ഈ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആരോപണങ്ങളിൽ ആരും പരാതി തന്നിട്ടില്ലല്ലോ, അതിൽ ഒന്നും തെളിവില്ലല്ലോ എന്ന പതിവ് പല്ലവി ആവർത്തിക്കാനാണോ, അതോ താൻ നിയമസഭാംഗത്വം കൂടി എന്താണ് രാഹുൽ പറയാൻ പോകുന്നത്? MLA സ്ഥാനം കൂടി ഒഴിയുമോ? നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞിരുന്നു. അത് നാണം കെട്ട് ഒരു പടിയിറക്കം തന്നെയായിരുന്നു. ആ രീതിയിൽ തന്നെ ഇപ്പോൾ രാജ്യസമ്മർദ്ദം ഒരു വശത്ത് ശക്തമാണ്. അപ്പോൾ രാജിയിലേക്കാണ് പോകുന്നത്, അല്ല മറ്റു വല്ല കാര്യങ്ങളും ഇനി രാഹുലിന് പറയാനുണ്ടോ? എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്.